അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മാനെയും ഞങ്ങളൊക്കെ ഉമ്മാമ വിളിക്കുന്ന ഉമ്മാമയും അദ്ദേഹത്തിൻ്റെ അമ്മാമനാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഞാൻ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞു അത് ആ അമ്മാമൻ്റെ അതേ പേസാണ് മുമ്പർക്കുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാലത്ത് 10-65 വർഷങ്ങൾ മുന്നേ, അന്ന് എനിക്ക് 5-8 വയസ്സിൻ്റെ ഉള്ളൂ എനിക്ക്. അപ്പോൾ 65 കൊല്ലം ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ എവിടെയും എത്തിപ്പെടാമെന്നും അതോടനുബന്ധിച്ച് അത് തിരിച്ച് ഓർക്കുന്നവരും തിരിച്ച് ഇതേ ജനിച്ച ഗ്രാമത്തിലേക്ക് വീണ്ടുമെന്ന് എല്ലാവരും വിളിച്ചു ചേർത്തി ഞങ്ങളെപ്പോൾ കാണുമ്പോഴും ആ സന്തോഷത്തിൻ്റെ ഒരു ഇതുണ്ട്, അറിയാതെ ഒരു ഫീലിംഗ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. ഇന്നിവിടെ എത്തിയപ്പോൾ രണ്ടുപേരും വലിയ ജീവിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും മറ്റു പലർക്കും പലരും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി വരുമ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഒരാനന്ദം അത് കണ്ണിൽ നിറയും. അപ്പോൾ രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ ഒരാൾ ഒന്നുമല്ലാതായി കാണുമ്പോൾ ഒരു വിഷമം തോന്നും. ഇത് രണ്ടുപേരും ജീവിക്കാനുള്ള ചുവടുണ്ടാവുന്ന അതിലേക്ക് എത്തുമ്പോൾ ആ ചിന്തയുടെ ഏറ്റവും വലിയ ശക്തി എത്തുന്നത്. ഇപ്പോൾ ഒരുമിച്ച് 4ാം ക്ലാസ് പഠിച്ച ബെഞ്ചിലുണ്ടായിരിക്കാം, പക്ഷെ പിന്നീട് അവൻ ദരിദ്രരായി തീരും. രണ്ടും ഈക്വല്ലാതെ ജീവിക്കുമ്പോൾ അത് കാണുമ്പോഴുള്ളതോ പിന്നെ മറ്റുള്ളവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതും ചെയ്യാൻ കഴിയാൻ പറ്റും. നമുക്ക് ഈ ലോകത്തിൽ പല അത്ഭുതവും സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറയും അത് കണ്ട് അന്നിൻ്റെ കൂടെ ആയിരുന്നു, തിരിഞ്ഞു നോക്കാതെ സംസാരിക്കാതെ പോകുന്ന ആളുകൾ തിരിച്ചിട്ട് വീണ്ടും ആ ഒരു സാധാരണ നിലയിൽ എവിടെ എത്തുമ്പോഴും അതിൻ്റെതായ സ്റ്റേജിൽ സാധാരണക്കാരൻ കൂട്ടുകാരൻ ബിസിനസ് എത്തുമ്പോൾ ആ ഒരു മാറ്റം ഇതൊക്കെ ഒരുമിച്ചിട്ട് കിട്ടുകയാണ്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ചില അനുഗ്രഹങ്ങളാണ്. ഏതായാലും ഈ ഒരു കുന്ന് എന്ന് പറയുന്നത് ഒരു പക്ഷേ മൂസാക്കയുടെ സ്വന്തം മണ്ണാണ്. ഈ മണ്ണ്, ഈ മണ്ണിൽ അങ്ങനെ ചവിട്ടി നിന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നാട്ടുകാരോടും അല്ലെങ്കിൽ എല്ലാ ദേശക്കാരോടും പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു സുഖവും കുളിർമ അത് തന്നെയാണ് മനുഷ്യന് ഒരു വലിയൊരു സന്തോഷകരമായ നിമിഷമായി. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുട്ടിക്കാലം അന്ന് 4-5 വയസ്സുള്ളപ്പോൾ ഒരു നേരത്തിലെ ഭക്ഷണം പോലും വിഷം മാറാൻ കഴിയാത്ത കാലം ഉണ്ടായിരുന്നു. ആ കാഴ്ച ഞങ്ങൾ കാണുമ്പോൾ ആ സന്തോഷം കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരാണ്. ആ ഓർമ്മകൾ ഓർക്കും ഞങ്ങൾ. ഒരു നേരത്തെ ഭക്ഷണമില്ല അന്ന് ഒരു ചൂട്ട്. അപ്പോൾ അന്ന് സ്വന്തം സ്ഥലത്ത് നിൽക്കുവാനും അതിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലെത്തി സ്വന്തം ഹെലികോപ്റ്ററിൽ നിന്ന് അങ്ങനെ ഇറങ്ങാനൊക്കെ സാധിക്കുന്ന ജീവിതം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഒരുപാട് ആളുകൾക്ക് അത്താണി കൂടിയാണ് അദ്ദേഹം. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഞങ്ങൾ എത്രയോ ആളുകൾ വലിയ വളർന്നുണ്ടെങ്കിലും പിന്നെ ഇതുപോലെ സാധാരണക്കാരിടയിൽ ഇറങ്ങി വന്ന് അവരെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നവർ വളരെ കുറവുള്ളൂ. ജീവിതത്തിൽ ഉന്നതത്തിലെത്തുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. പക്ഷെ മറക്കാതെ ജീവിക്കുന്നതാണ് മനുഷ്യരായി ജീവിക്കുന്നത്. അതാണ് മനുഷ്യനും മറ്റുള്ള വ്യത്യാസം. അത് ആ സ്നേഹം മനുഷ്യനുണ്ടാവണം. അത് അദ്ദേഹം ദീർഘായുസ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ. കാരണം അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ 5 മിനിറ്റ് മുന്നേ പറഞ്ഞു ചെറുപ്പക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ മറ്റുള്ളവരുടെ പ്രാർത്ഥന, ആവശ്യത്തിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും വലിയത്. അല്ല നമ്മൾ ആ ഭക്ഷണം കഴിച്ച് കുറയ്ക്കുന്നില്ല. അത് നമ്മൾ സന്തോഷം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായി എനിക്ക് കിട്ടുന്നൊരു അനുഭൂതിയുണ്ട്. അതാണ് മൂസ കിട്ടുന്നത്. അത് ചെയ്യുന്ന ആരും കിട്ടും. സമ്പത്ത് മാത്രമല്ല, സമ്പത്ത് എല്ലാത്തവനും സ്നേഹിക്കാൻ കഴിയണം. സ്നേഹത്തിലൊരു ഇതുണ്ട്. പണം മാത്രമല്ലല്ലോ ഭൂമിയിലെ വാക്കുകൊണ്ട് ഇല്ലേ. ഒരു ഇപ്പോൾ നിങ്ങൾ എന്നോട് കാര്യം പറയുകയാണെങ്കിൽ അതൊരു പാവപ്പെട്ട ഒരു കുട്ടി അതിന് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ കിട്ടുന്നത്. തീർച്ചയായും 100% എല്ലാവിധ ആശംസകളും. ഇനിയും ഇങ്ങനെ ഒരു വർഷങ്ങൾ കഴിഞ്ഞു പോട്ടെ, ഈ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം വളരെ അത്ഭുതത്തോടെ കാണുന്ന സന്തോഷം.